നമസ്കാരം. പുതിയ ട്രെൻഡ് ഡയലോഗുമായി പാലക്കാടെത്തി സുരേഷ് ഗോപി വീണ്ടും താരമാകാൻ നോക്കുകയാണ്. തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക തുടങ്ങിയ ട്രെൻഡ് ഡയലോഗുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പാലക്കാടും ഇതേ സ്റ്റൈൽ പിന്തുടരാൻ സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു, കമ്മീഷണർ ചിത്രം പുറത്തു വരുന്നതിന് മുൻപ് ഒരാളെയും എടാ എന്ന് പോലും വിളിക്കാത്ത ഒരാളായിരുന്നു എന്നാണ്. തൻ്റെ സ്വഭാവം മാറ്റിയെടുത്തത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജി കൈലാസിൻ്റെ അവതരണവുമായിരുന്നു എന്നാണ്. അതായത് ഭരത്ചന്ദ്രൻ IPS ആയി ജീവിക്കുകയാണ് താനെന്നായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പാലക്കാട് കേന്ദ്രമന്ത്രിമാർക്ക് സ്വീകരണം നൽകിയ വേദിയെ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനമാക്കി BJP പ്രവർത്തകർ മാറ്റി. പാലക്കാടും ചേലക്കരയിലും BJP സ്ഥാനാർത്ഥികളെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സുരേഷ് ഗോപിയും നേതാക്കളും ഒന്നടങ്കം ആഹ്വാനം ചെയ്തു. അതിൽ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് കൂടുതൽ ഇനി ട്രെൻഡിങ് ആകാൻ സാധ്യത. പാലക്കാട് എനിക്ക് തന്നോളൂ, ഞങ്ങൾ ഈ കേരളം എടുക്കും എന്നാണ് ആ ഡയലോഗ്. എന്നാൽ തൃശ്ശൂർ പോലെ ഇത് എത്ര ഓടുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും യോഗ്യരായ സ്ഥാനാർത്ഥികൾ BJPക്കായി വരണമെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. അതായത് വയനാട്ടിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗ്യരല്ലാത്ത സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിച്ചത് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നറിയില്ല. കാരണം വയനാട്ടിൽ മത്സരിച്ചത് സാക്ഷാൽ K. സുരേന്ദ്രൻ തന്നെയായിരുന്നു. അക്കാര്യം സുരേഷ് ഗോപി മറന്നോ എന്തോ. തൃശ്ശൂർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തൃശ്ശൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത്. പാലക്കാട്ടെയും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ ഒപ്പമുണ്ടാകും. കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം. 27 പേർ BJPക്കായി നിയമസഭയിൽ വരണം. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണം എന്നുമാണ് സുരേഷ് ഗോപി തൻ്റെ പ്രസംഗത്തിൽ പ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയ വാദങ്ങൾ ഈ സമയത്ത് ഒന്ന് ഓർക്കേണ്ടതുണ്ട്. 35 സീറ്റായിരുന്നു അന്ന് സുരേന്ദ്രൻ ലക്ഷ്യം വെച്ചിരുന്നത്. എത്ര കിട്ടി എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് 27 സീറ്റ് എന്നുള്ളത് അതിമോഹം തന്നെയാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ അടുത്തത് പാലക്കാട് നിന്നും ആരെയാണ് നിർത്തുക എന്നുള്ളതാണ്. RSSനും മറ്റ് BJP പ്രവർത്തകർക്കും താല്പര്യമുള്ളത് ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ നേരത്തെ അവിടെ മത്സരിച്ചപ്പോൾ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അത്തരത്തിലൊരു ആത്മവിശ്വാസം ശോഭയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. കേരളത്തിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും സെഞ്ചുറി അടിക്കാൻ കഴിയുമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ അതിശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് അവസാന ലാപ്പിൽ പോലും നടന്നത്. ഒടുവിൽ നഗരപരിധി വിട്ട് പഞ്ചായത്തുകളിലേക്ക് എത്തിയപ്പോഴാണ് മെട്രോമാന് തിരിച്ചടി കിട്ടി തുടങ്ങിയത്. അതുവരെ അദ്ദേഹം പാലക്കാട് കേന്ദ്രമാക്കി ഓഫീസ് വരെ എടുത്തിരുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അത് മാത്രമല്ല, ആലപ്പുഴയിലും മറ്റും ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേരുന്നതായിരുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ 4 വഴിക്ക് നിന്നും ഉയരുന്നുമുണ്ട്. വെറും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സമുദായങ്ങളെ തെറ്റായ രീതിയിൽ പ്രീണിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ വോട്ട് നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞത്. ആലപ്പുഴയിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇറക്കിയത് അത്തരത്തിലൊരു ചീട്ടാണ്. സമുദായത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് SNDPയിലെ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്ന വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി അടിച്ചുകൊണ്ട് BJP ഈഴവ സമുദായത്തിനൊപ്പമാണ് എന്ന ധാരണ പരത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇത് സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി തീർന്നു. രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടൽ നടത്താത്ത ഗോകുലം ഗോപാലിനെ പോലും താറടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇത്തവണ പാലക്കാടും നടത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയുകയാണ് പാലക്കാടുകാർ ആദ്യം ചെയ്യേണ്ടത്. അത് മാത്രമല്ല, വനിതാ കേന്ദ്രമന്ത്രിയായി തന്നെ പരിഗണിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയും ജനത്തിനിടയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് സത്യത്തിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പ്രകടനത്തിനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴക്കാർ വിശ്വസിക്കുകയും വോട്ട് മറിയുന്നതിന് കാരണമായി തീരുകയും ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത്തവണ പാലക്കാട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പടർത്താൻ കഴിയാത്തത് കോൺഗ്രസിന് നേട്ടമായി തീരും. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഇതുവരെ പാലക്കാട് പ്രഖ്യാപിച്ചിട്ടുമില്ല. ചേലക്കരയിൽ ഇത്തവണ TN സരസുവിനെ തന്നെ ഇറക്കാനാണ് തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആലത്തൂരിൽ മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും തിരികെ ലഭിക്കാത്ത സ്ഥാനാർത്ഥികളുടെ പട്ടികയിലാണ്
TN സരസു എത്തിയത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS സ്ഥാനാർത്ഥികൾ പോലും കേന്ദ്രമന്ത്രിയാകും എന്നുള്ള തെറ്റിദ്ധാരണയാണ് പ്രചാരണത്തിൽ പ്രധാന ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇത്തവണ വലിയ തോതിൽ ഒരു നേട്ടത്തിലേക്ക് BJPയെ കൊണ്ടുപോയി എത്തിച്ചത്. അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത BJPക്ക് വളരെ കുറവാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള നേതൃനിര പോലും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലില്ല. അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന തരത്തിലുള്ള പർച്ചേസിംഗ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അതിനുള്ള കളമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് നമ്മുടെ പ്രകാശ് ജാവദേക്കറിനെ തന്നെ വീണ്ടും കേരളത്തിന്റെ പ്രഭാരിയായി നിയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള ചർച്ചകളിൽ തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ് വീണ്ടും പ്രകാശ് ജാവദേക്കർ കേരളത്തിലെത്തുമ്പോൾ ആദ്യത്തെ അജണ്ടയായിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കളെ പുറത്തു ചാടിക്കുകയും അതുവഴി പ്രാദേശിക പാർട്ടികൾ രൂപീകരിക്കുകയുമാണ് ആദ്യത്തെ ലക്ഷ്യം. തുടർന്ന് അവരെ NDAയുടെ ഘടകകക്ഷികൾ എന്ന നിലയിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നെ BJPയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രകാശ് ജാവദേക്കറിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ഇടതു വലത് മുന്നണികൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ആഘാതം തന്നെയാണ് ഉണ്ടാക്കാൻ സാധ്യത. ഇടതുമുന്നണി വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചങ്ങാത്തം ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. അങ്ങനെ വന്നാൽ സമുദായത്തെ കയ്യിലെടുക്കാനും CPMന് കഴിയും. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി എതിർത്ത് നിൽക്കുന്ന സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ ഒപ്പം നിർത്താനും അതിലൂടെ വോട്ടിലുണ്ടായ വിള്ളലിന് അറുതി വരുത്താനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.